breast, ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ എവരി വൺ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മസ്കുലോസ്കെലിറ്റൽ സിസ്റ്റം ആണ്. മസ്കുലോസ്കെലിറ്റൽ ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? മസ്കുലോസ്കെലിറ്റൽ മീൻസ് എന്താണ്? നമ്മുടെ ജോയിന്റ്സ് അല്ലെങ്കിൽ ബോൺസ് ഉണ്ടാകാവുന്ന ഡിഫോമിറ്റീസും കണ്ടീഷൻസ് ആണ് നമ്മൾ എന്ത് മസ്കുലോസ്കെലിറ്റൽ സിസ്റ്റത്തിൽ പഠിക്കാനുള്ളത്. ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ള കണ്ടീഷൻ ആണ് എന്ത്? ഫ്രാക്ചർ. ഫ്രാക്ചർ മീൻസ് എന്താണ്? ഒരു ബോണിന്റെ കണ്ടിന്യൂറ്റി ബ്രേക്ക് ചെയ്യുന്ന ഒരു അവസ്ഥയെ പറയുന്ന പേരാണെന്ത്? ഫ്രാക്ചർ എന്ന് പറയുന്നത്. നമുക്ക് കുറച്ച് ടൈപ്സ് ഓഫ് ഫ്രാക്ചർ ഉണ്ട്. എന്തൊക്കെയാണ് ടൈപ്സ് ഓഫ് ഫ്രാക്ചർ? സിമ്പിൾ ഉണ്ട്, ക്ലോസ്ഡ് ഉണ്ട്, കോമ്പൗണ്ട് ഉണ്ട്, ഓപ്പൺ ഉണ്ട്, ഇൻകംപ്ലീറ്റ്, കംപ്ലീറ്റ്. ഇതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്രാക്ചർ എന്ന് പറയുന്നത്. ഒരു ഫ്രാക്ചർ ഉണ്ടായാൽ എന്തൊക്കെയായിരിക്കും സൈൻസ് ആൻഡ് സിംറ്റംസ് കാണിക്കുന്നത്? പെയിൻ ഉണ്ടാവും, സ്വെല്ലിംഗ് ഉണ്ടാവും, പിന്നെ ഡിഫോമിറ്റീസ് ഉണ്ടാവും, മസിൽ സ്പാസം ഉണ്ടാവാൻ സാധ്യതയുണ്ട്, എക്സ്ട്രിമിറ്റീസ് അങ്ങോട്ടേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറയുമ്പോൾ എക്സ്ട്രിമിറ്റീസ് ഒക്കെ എന്താണ് കൂളായിട്ട് കാണാറുണ്ട്, പിന്നെ ന്യൂറോവാസ്കുലർ ഡാമേജസ് ഉണ്ടാവും. ഇതൊക്കെയാണ് എന്ത് ഫ്രാക്ചർ ഉണ്ടാകാവുന്ന സൈൻസ് ആൻഡ് സിംറ്റംസ്. ഇനി അടുത്തത് എമർജൻസി മാനേജ്മെന്റ് ഓഫ് ഫ്രാക്ചർ. ഒരു ഫ്രാക്ചർ ഉണ്ടായാൽ എന്തൊക്കെയാണ് എമർജൻസി ആയിട്ട് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത്? അതിന് റൈസ് എന്ന് പറയും. ആരെങ്കിലും റൈസ് റെസ്റ്റ് എടുക്കണം, ഐസ് അപ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം, കംപ്രഷൻ ചെയ്യണം, എലിവേഷൻ ചെയ്യണം. ഇതാണ് എന്ത് എമർജൻസി മാനേജ്മെന്റ് ഓഫ് ഫ്രാക്ചർ. സോറി, മാനേജ്മെന്റ് ഓഫ് ഫ്രാക്ചർ. അടുത്ത് നമുക്ക് അതർ മാനേജ്മെന്റ്സ് ആണ് എന്തൊക്കെ? കാസ്റ്റ് ഉണ്ട്, ട്രാക്ഷൻ ഉണ്ട്, ഓപ്പൺ റിഡക്ഷൻ, ക്ലോസ് റിഡക്ഷൻ, ഇന്റേണൽ ഫിക്സേഷൻ, എക്സ്റ്റേണൽ ഫിക്സേഷൻ. ഇതൊക്കെയാണ് അതർ മാനേജ്മെന്റ് ഓഫ് ഫ്രാക്ചർ. ഓക്കെ, നെക്സ്റ്റ് പഠിക്കാനുള്ളത് എന്താണ്? ട്രാക്ഷൻ. ട്രാക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ വെയിറ്റ് തൂക്കിയിടുന്നു. അതായത് ആ ഡിഫോമിറ്റി ട്രീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ വെയിറ്റ് തൂക്കിയിടുന്ന ഒരു പ്രൊസീജിയറിന് പറഞ്ഞ പേരാണെന്ത്? ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഈ ട്രാക്ഷന്റെ കെയർ നമ്മൾ ട്രാക്ഷൻ തന്നെയാണ് പറയുന്നത്. എന്തൊക്കെയാണ് നോക്കാം. ടി, ടെമ്പറേച്ചർ ഓഫ് ദി എക്സ്ട്രിമിറ്റീസ് നമ്മൾ ചെക്ക് ചെയ്യണം, വൈറ്റൽ സൈൻസ് ചെക്ക് ചെയ്യുക. 6, റോപ്സ് ഷുഡ് ബി ഫ്രീലി ഹാങ് ആയി കിടക്കണം വിത്തൗട്ട് എനി നോട്ട്സ്. എന്താണ്? അലൈൻമെന്റ്, ഹെഡും ബോഡിയും സ്ട്രൈറ്റ് ആയിട്ടിരിക്കണം. സി, സർക്കുലേഷൻ, 5 പീസ് ചെക്ക് ചെയ്യണം. പെയിൻ, പാലർ, പാരസ്റ്റേഷ്യ, പൾസ്ലെസ്നെസ്, പാരലൈസിസ്. ഇതൊക്കെയാണ് സർക്കുലേഷനിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ. ടി എന്താണ്? ടൈപ്പ് ഓഫ് ഫ്രാക്ചർ ആൻഡ് ഏതാണ് ലൊക്കേഷൻ, അത് ചെക്ക് ചെയ്യുക. ഐ, ഇൻക്രീസ്ഡ് ഫ്ലൂയിഡ് ഇൻടേക്ക് കൂട്ടുക. ഓവർ ഹെഡ് ട്രപ്പീസ് എന്ന് പറയും. ഓവർ ഹെഡ് ട്രപ്പീസ് മീൻസ് പേഷ്യന്റിന്റെ മൊബിലൈസേഷനൊക്കെ വേണ്ടി ഹെൽപ്ഫുൾ ആണ് ഓവർ ഹെഡ് ട്രപ്പീസ്. പിന്നെ നോ വെയിറ്റ് ഓൺ ദ ഫ്ലോർ ഓർ ബെഡ്. ബെഡിലോ ഫ്ലോറിലോ എന്ത് ചെയ്യാൻ പാടില്ല? വെയിറ്റ് തൂക്കിയിടാൻ പാടില്ല. ഫ്രീ ആയിട്ട് ഹാങ് ആയി കിടക്കണം. ഇതാണ് എന്ത് ട്രാക്ഷന്റെ മാനേജ്മെന്റ് അല്ലെങ്കിൽ കെയർ എന്ന് പറയുന്നത്. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് കാസ്റ്റിന്റെ കെയർ. കാസ്റ്റിൽ 2 ടൈപ്സ് ഓഫ് കാസ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. പ്ലാസ്റ്റർ കാസ്റ്റ് അല്ലെങ്കിൽ ഫൈബർ ഗ്ലാസ് കാസ്റ്റ്. പ്ലാസ്റ്റർ കാസ്റ്റ് ആണെങ്കിൽ കുറച്ച് എന്താണ് ഡിലേ ആവും ഡ്രൈ ആകാൻ. പക്ഷെ ഫൈബർ ഗ്ലാസ് കാസ്റ്റ് എന്താണ് ഈസി ആയിട്ട് ഡ്രൈ ആവുന്ന സാധനമാണ്. ഓക്കെ, എന്തൊക്കെയാണ് കാസ്റ്റിന്റെ കെയർ നോക്കണ്ടായി? എക്സ്പിരിയൻസ് നമ്മൾ എന്ത് ചെയ്യണം? എലിവേറ്റ് ചെയ്ത് വെച്ചാൽ പിന്നെ ഹാൻഡിൽ വിത്ത് കെയർ ആയിരിക്കണം എപ്പോഴും നമ്മൾ. പിന്നെ എല്ലാ 1 to 2 hours കൂടുമ്പോൾ നമ്മൾ സർക്കുലേഷൻ ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ പേഷ്യന്റ് ടേൺ ചെയ്യുകയും ചെയ്യണം. പിന്നെ സൈൻസ് ഓഫ് ഇൻഫെക്ഷൻ ഉണ്ടോന്നുള്ളത് ചെക്ക് ചെയ്യുക. 5 പീസ് ചെക്ക് ചെയ്യണം. പെയിൻ, പാലർ, പാരസ്റ്റേഷ്യ, പൾസ്ലെസ്നെസ്, പാരലൈസിസ് ചെക്ക് ചെയ്യുക. ഫൗൾ സ്മെൽ ഉണ്ടെന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക. ഫൗൾ സ്മെൽ ഉണ്ടെങ്കിൽ അതിന്റെ സൈൻ എന്താണ്? ഇൻഫെക്ഷൻ എന്നുള്ളത്. പിന്നെ എന്താണ്? കാസ്റ്റിന്റെ സേഫ്റ്റി അല്ലെങ്കിൽ കാസ്റ്റ് എങ്ങനെ ടേക്ക് കെയർ ചെയ്യാം, ഡ്രൈ ആക്കി വെക്കണം എന്നൊക്കെ പേഷ്യന്റിന് പഠിപ്പിച്ചു കൊടുക്കാം. ഇതൊക്കെയാണ് കാസ്റ്റിന്റെ കെയർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് കുറച്ച് ഫ്രാക്ചറിന്റെ കോംപ്ലിക്കേഷൻസ് ആണ്. എന്തൊക്കെയാണ് ഫ്രാക്ചറിന്റെ കോംപ്ലിക്കേഷൻസ്? 4 പറയുന്നത്. ഫാറ്റ് എംബോളിസം, പൾമണറി എംബോളിസം, ഓസ്റ്റിയോമൈലൈറ്റിസ് ആൻഡ് കമ്പാർട്ട്മെന്റ് സിൻഡ്രോം. ഫസ്റ്റ് വൺ എന്താണ്? പൾമണറി എംബോളിസം. പൾമണറി എംബോളിസം ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻ ആണ്. എന്താണ്? നമ്മുടെ എന്തെങ്കിലും ഒരു ക്ലോട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം നമ്മുടെ പൾമണറി സർക്കുലേഷനിലേക്ക് എൻ്റർ ചെയ്താൽ അതിനെയാണ് എന്ത് പൾമണറി എംബോളിസം എന്ന് പറയുന്നത്. ഒരു കാര്യം സൈൻസ് ആൻഡ് സിംറ്റംസ് ആണെന്ത്? റെസ്റ്റ്ലെസ്നെസ് ഉണ്ടാവും, ചെസ്റ്റ് പെയിൻ ഉണ്ടാവും, ഡിസ്നി ഉണ്ടാവും, ഹൈപ്പോക്സീമിയ ഉണ്ടാവും, പിന്നെ എന്താണ് പിന്നെ അവർക്കുള്ള പൂർ ബ്ലഡ് സപ്ലൈ ആയിരിക്കും. അതായത് കാപ്പിലറി റീഫിലൊക്കെ പൂർ ആയിരിക്കും. ഇതിന്റെ മാനേജ്മെന്റ് വെച്ചാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഡോക്ടറെ ഇൻഫോം ചെയ്യുക. അതുപോലെ തന്നെ ഓക്സിജനും IV ആന്റിബയോട്ടിക്സ് ഒക്കെ അഡ്മിനിസ്റ്റർ ചെയ്യുക. സെക്കൻഡ് എന്ന് പറയുന്നത് എന്താണ്? ഫാറ്റ് എംബോളിസം. ഫാറ്റ് എംബോളിസം എന്താണ്? നമ്മുടെ സർജറി ഫ്രാക്ചർ ഒക്കെ ആകുമ്പോൾ ഈ ഫാറ്റ് ഗ്ലോബ്യൂൾസ് എന്താവും നമ്മുടെ സർക്കുലേഷനിലേക്ക് എൻ്റർ ചെയ്താൽ അതിന് ഫാറ്റ് എംബോളിസം എന്ന് പറയും. അവരും എന്താണ് സെയിം പൾമണറി എംബോളിസം പോലെ എന്താണ് റെസ്റ്റ്ലെസ്നെസ് ആയിരിക്കും, ഹൈപ്പോക്സിമിയ ഉണ്ടാവും, ടെക്കിപ്നിയ ഉണ്ടാവും, ടെക്കിക്കാർഡിയ ഉണ്ടാവും, ഹൈപ്പോടെൻഷൻ ഉണ്ടാവും. പക്ഷേ പെറ്റച്ചിയൽ റാഷസ് ആണ് ഇവരുടെ പ്രത്യേകത. ഇങ്ങനെ എന്തെങ്കിലും കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇമ്മീഡിയറ്റ് ആയിട്ട് ഡോക്ടറെ ഇൻഫോം ചെയ്യുക, ഓട്ടോ അഡ്മിനിസ്റ്റർ ചെയ്യുക, IV ഫ്ലൂയിഡ് സ്റ്റാർട്ട് ചെയ്യുക. മൂന്നാമത്തെയാണ് എന്ത്? ഓസ്റ്റിയോമൈലൈറ്റിസ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻ. മൈക്രോ ഓർഗാനിസം നമ്മുടെ ബോൺസിൽ ഇൻവേർഷൻ ചെയ്താൽ അതിനെയാണെന്ത് ബോണിന്റെ ഉള്ളിലേക്ക് കടക്കുന്നതിനെയാണെന്ത് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഓസ്റ്റിയോമൈലൈറ്റിസ് എന്ന് പറയുന്നത്. കുറച്ച് സൈൻസ് ആൻഡ് സിംറ്റംസ് കാണിക്കും. എന്തൊക്കെയാണ്? ടെക്കിക്കാർഡിയ ഉണ്ടാവും, ഫീവർ ഉണ്ടാവും, എറിത്തിമിയ, പെയിൻ, WBC നിയർ റേറ്റ് ഒക്കെ ഇൻക്രീസ് ആവാൻ സാധ്യതയുണ്ട്. സോ ആന്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യുക, ഓട്ടോ ചെയ്യുക, ഇൻഫോം ഫിസിഷ്യൻ.
ലാസ്റ്റ് വൺ ആണ് എന്ത് കമ്പാർട്ട്മെന്റ് സിൻഡ്രോം. കമ്പാർട്ട്മെന്റ് സിൻഡ്രോം എന്ന് വെച്ചാൽ ഒന്നോ രണ്ടോ കമ്പാർട്ട്മെന്റിൽ മസിൽ കമ്പാർട്ട്മെന്റിനുള്ളിൽ പ്രഷർ ഇൻക്രീസ് ആവുന്നു. അങ്ങനെ എന്ത് ചെയ്യും, അങ്ങോട്ടുള്ള ബ്ലഡ് സപ്ലൈ കുറയുന്നു, ഓക്സിജൻ സപ്ലൈ കുറയുന്നു, അങ്ങനെ ടിഷ്യൂ ഇസ്കീമിക്കും നെക്രോസിസ് ആവും. ഈ ഒരു കണ്ടീഷൻ നമ്മൾ വിത്തിൻ 4 or 6 hours ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള ന്യൂറോമസ്കുലർ ഡാമേജസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സോ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ ഇവർക്ക് എന്തൊക്കെ സൈൻസ് ആൻഡ് സിംറ്റംസ് ആയിരിക്കും കാണിക്കുന്നത്? അൺറിലീവഡ് ആയിട്ടുള്ള ഭയങ്കര ഇന്റൻസ് ആയിട്ടുള്ള പെയിൻ ഉണ്ടാവും. പിന്നെ ഡിസ്റ്റൽ ഏരിയ ഡസ്കി ആവാൻ സാധ്യതയുണ്ട്, ഡാർക്ക് കളർ ആവാൻ അല്ലെങ്കിൽ എഡിമാറ്റസ് ഒക്കെ ആവാൻ സാധ്യതയുണ്ട്. പാൽസ്ലെസ്നെസ്. ഇതിന്റെ മാനേജ്മെന്റ് ഫെസിയോട്ടമി എന്ന് പറയും. ഇതൊക്കെയാണ് ഫ്രാക്ചറിനെ പറ്റി പഠിക്കാനുള്ളത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാനുള്ളത് ഹിപ്പ് ഫ്രാക്ചർ. ഹിപ്പ് ഫ്രാക്ചർ എന്താണ്? ഒന്നെങ്കിൽ ഹെഡ് അല്ലെങ്കിൽ നെക്ക് അല്ലെങ്കിൽ ട്രൊക്കാൻഡിക് റീജിയൻ ഓഫ് ദ ഫീമർ. ഇവിടെ ഏതെങ്കിലും ഒരു റീജിയനിൽ ഉണ്ടാകാവുന്ന ഫ്രാക്ചറിനെയാണ് ഹിപ്പ് ഫ്രാക്ചർ എന്ന് പറയുന്നത്. രണ്ട് ടൈപ്പ് ഓഫ് ഫ്രാക്ചർ ആണുള്ളത്, ഇൻട്രാമാസ് ക്യാപ്സുലാറും എക്സ്ട്രാ ക്യാപ്സുലാറും. ഇൻട്രാ ക്യാപ്സുലാർ മീൻസ് എന്താണ്? അസറ്റാബുലത്തിന്റെ ഉള്ളിൽ ഒരു ഫ്രാക്ചർ ഉണ്ടായാൽ ഇൻട്രാ ക്യാപ്സുലാറും, അസറ്റാബുലത്തിന്റെ ഔട്ട്സൈഡ് ഉണ്ടായാൽ അതിന് എക്സ്ട്രാ ക്യാപ്സുലാർ എന്ന് പറയും. ഇതിന്റെ മാനേജ്മെന്റ് ആണ് നമ്മൾ എന്താണ് സർജറി ചെയ്യാറുണ്ട്. സർജറി എന്താണ്? ടോട്ടൽ ഹിപ്പ് റീപ്ലേസ്മെന്റ് അല്ലെങ്കിൽ പാർഷ്യൽ ഹിപ്പ് റീപ്ലേസ്മെന്റ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പൊ ഇതിന്റെ മാനേജ്മെന്റ് നമ്മൾ എന്താ സർജറി കഴിഞ്ഞിട്ടാണ് മാനേജ്മെന്റ് കൊടുക്കാറ്. എന്തൊക്കെയായിരിക്കും? ന്യൂറോവാസ്കുലർ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുക, എമൗണ്ട് ഓഫ് ഡ്രെയിനേജ് ചെക്ക് ചെയ്യുക. എത്ര എമൗണ്ട് ഓഫ് ഡ്രെയിനേജ്, അതായത് ഇപ്പൊ 200 ml കൂടിയാലും നമ്മൾ എന്ത് ചെയ്യണം? ഡോക്ടറായിട്ട് ഇൻഫോം ചെയ്യണം. പിന്നെ കീപ്പ് ഓപ്പറേറ്റീവ് ലെഗ്സ് എക്സ്റ്റെൻഡഡ് ആൻഡ് എലിവേറ്റഡ് അല്ലെങ്കിൽ എക്സ്റ്റെൻഡഡ് പൊസിഷനിൽ കിടത്തണം. പിന്നെ അബ്ഡക്ഷൻ പില്ലോ യൂസ് ചെയ്യണം. അബ്ഡക്ഷൻ പില്ലോ ചോദിക്കും എന്ത് പൊസിഷൻ ആണ് ഫ്രാക്ചർ കഴിഞ്ഞ പേഷ്യന്റ് യൂസ്ഫുൾ ആവുന്നത്? ഏതായിരിക്കും? അബ്ഡക്ഷൻ ആണ്. കാരണം അതുകൊണ്ടാണ് നമ്മൾ അബ്ഡക്ഷൻ പില്ലോ യൂസ് ചെയ്യുന്നത്. പിന്നെന്താണ്? ഇൻഫെക്ഷൻ ഉണ്ടോ, ഹെമറേജ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. DVT ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, കാരണം ഇവർ ഇമ്മൊബിലൈസേഷൻ ആയിരിക്കും കുറച്ച് നേരം നാളത്തേക്ക്. സോ DVT വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് DVTന്റെ മാനേജ്മെന്റ്സ് ഒക്കെ എടുക്കുക. അതുപോലെ തന്നെ അവർ ഡിസ്ചാർജ് ഇൻസ്ട്രക്ഷൻ ആയിട്ട് കൊടുക്കേണ്ടതാണ് എന്ത്? ക്രോസിങ്ങോ ബെൻഡിങ്ങോ ഒക്കെ അവോയ്ഡ് ചെയ്യാൻ പാടില്ല. ഇതാണ് എന്ത്? ഹിപ്പ് ഫ്രാക്ചർ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? ആർത്രൈറ്റിസ്. ആർത്രൈറ്റിസ് രണ്ടെണ്ണം ഉണ്ട്, ഓസ്റ്റിയോ ആർത്രൈറ്റിസും ഉണ്ട്, റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസും ഉണ്ട്. റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ് മീൻസ് എന്താണ്? ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ അതായത് പോസിറ്റീവ് ഓർഗാനിസം ഗ്രൂപ്പ് എ ബീറ്റ ഹീമോലിറ്റിക് സ്ട്രെപ്റ്റോം ഒക്കെ ആയിരിക്കും. പിന്നെ ഇതെങ്ങനെയാണ്? ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആയതുകൊണ്ട് അത് മാത്രമല്ല ഇൻഫ്ലമേഷൻ ഓഫ് ജോയിന്റ്സ് ഉണ്ടാവും. പക്ഷെ ഓസ്റ്റിയോ ആർത്രൈറ്റിസിൽ എന്താണ്? നമ്മുടെ പ്രോഗ്രസീവ്ലി നമ്മുടെ ആർട്ടിക്കുലർ ജോയിന്റ്സ് അല്ലെങ്കിൽ ആർട്ടിക്കുലർ കാർട്ടിലേജ് ഒക്കെ എന്താണ് നശിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് എന്ത്? ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ സൈൻസ് ആൻഡ് സിംപ്റ്റംസ് അല്ലെങ്കിൽ സൈൻസ് ആൻഡ് സിംപ്റ്റംസ് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പഠിക്കാം. എന്തൊക്കെയാണ്? റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിലാണെങ്കിൽ പെയിന് ഏർലി മോർണിംഗ് ആയിരിക്കും, പക്ഷെ ഓസ്റ്റിയോ ആർത്രൈറ്റിസിലോ ഈവനിങ് ആയിരിക്കും പെയിൻ ഉണ്ടാവുന്നത്, അതുപോലെ തന്നെ സ്റ്റിഫ്നെസ്സും ഉണ്ടാവുന്നത്. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൽ പെയിൻ എന്താണ്? ആഫ്റ്റർ എക്സർസൈസ് എന്ത് ചെയ്യും? റെഡ്യൂസ് ആവുകയാണെങ്കിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്താണ്? പെയിൻ ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത് ആഫ്റ്റർ എക്സർസൈസസ്. അപ്പോൾ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്താണ്? ROM ലിമിറ്റഡ് ആയിരിക്കും. റേഞ്ച് ഓഫ് മോഷൻ അവർക്ക് ലിമിറ്റഡ് റേഞ്ച് ഓഫ് മോഷൻസ് കൊടുത്താൽ മതി, കുറച്ച് ചെറുതായിട്ട് റേഞ്ച് ഓഫ് മോഷൻസ് കൊടുത്താൽ മതി. പക്ഷെ അവർക്ക് മറ്റവർക്ക് എന്താണ്? റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആക്ടിവിറ്റി ചെയ്യുന്നതനുസരിച്ച് പെയിൻ കുറയുന്നതുകൊണ്ട് ആക്ടിവിറ്റി അവരോട് ചെയ്യാൻ പറയാം. പിന്നെ അതർ സൈൻസ് ആൻഡ് സിംപ്റ്റംസ് എന്തൊക്കെയാണ്? അനീമിയ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഓസ്റ്റിയോ ആർത്രൈറ്റിസിലാണെങ്കിലോ രണ്ട് സൈൻസ് കാണിക്കുന്നു, രണ്ട് നോട്ട്സ് കാണിക്കുന്നുണ്ട്, ഹെബേർഡൻസ് നോട്ട്സും ബൗച്ചാർഡ് നോട്ട്സും. ഹെബേർഡൻസ് നോട്ട്സും ബൗച്ചാർഡ് നോട്ട്സും നോക്കിക്കേ. പിക്ചറിൽ എന്താണ്? ഡിസ്റ്റൽ ആയിട്ടുള്ള ഇന്റൽ ഫലഞ്ചൽ ജോയിന്റ്സിൽ ഉണ്ടാകാവുന്ന ബോണി പ്രൊമിനൻസിനെയാണെന്ത്? ഹെബേർഡൻസ് നോഡ് എന്ന് പറയുന്നത്. പിന്നെ ഇന്റൽ ഫലഞ്ചൽ ജോയിന്റ്സിൽ ഉണ്ടാകാവുന്ന ബോണി എൻലാർജ്മെന്റിനെയാണെന്ത്? ബൗച്ചാർഡ് നോട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ ഇന്റർവെൻഷൻ എന്തൊക്കെയാണ്? സെയിം മാനേജ്മെന്റ്. ഓസ്റ്റിയോ ആർത്രൈറ്റിലാണെങ്കിൽ ROM എക്സസൈസ് ലിമിറ്റഡും മറ്റവർക്ക് ROM എക്സസൈസ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യണം. എല്ലാവർക്കും സെയിം മാനേജ്മെന്റ് ആണ് കൊടുക്കാറ്. എന്താണ്? കറക്റ്റ് അസിസ്റ്റഡ് ഡിവൈസ് കൊടുക്കണം, വെയിറ്റ് ബിയറിംഗും ലിഫ്റ്റിംഗും ഒക്കെ അവോയ്ഡ് ചെയ്യാൻ പറയാം, അതുപോലെ തന്നെ ബാലൻസ് ചെയ്യാൻ പറയാം, റെസ്റ്റും ആക്ടിവിറ്റിയും തമ്മിലുള്ള ബാലൻസ് ചെയ്യാൻ പറയാം, പെയിൻ മാനേജ്മെന്റ് കൊടുക്കാൻ പറയാം. പിന്നെ റൊമാറ്റോയ്ഡ് ആർത്രൈറ്റിസിലാണെങ്കിൽ NSAID യൂസ് ചെയ്യാൻ വേണ്ടി പറയാം. ഇതൊക്കെയാണ് ഇതിന്റെ കോമൺ ആയിട്ടുള്ള മാനേജ്മെന്റ്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് ഓസ്റ്റിയോപോറോസിസ്. ഓസ്റ്റിയോപോറോസിസ് മീൻസ് എന്താണ്? ഒരു മെറ്റബോളിക് ഡിസോർഡർ ആണ്. മെറ്റബോളിക് ഡിസീസ് വിച്ച് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ബോൺ ഡീമിനറലൈസേഷൻ വിത്ത് ലോസ് ഓഫ് കാൽഷ്യം വിച്ച് ലീഡ് ടു നമ്മുടെ ബോൺസ് എന്താണ്? ഫ്രജൈൽ ആൻഡ് വീക്ക് ബോൺസ് ആവും. ഇൻക്രീസ് റിസ്ക് ഓഫ് ഫ്രാക്ചർ. എന്താണ്? ഒരു മെറ്റബോളിക് ഡിസോർഡർ ആണ്. ഇവിടെ ബോൺ ഡീമിനറലൈസേഷൻ സംഭവിച്ച് നമ്മുടെ കാൽഷ്യം നമ്മുടെ ബോഡിയിൽ നിന്ന് എക്സസീവ് നഷ്ടമാവുന്നു. കാൽഷ്യം എന്താണ്? ബോൺസിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള സാധനമാണ്. അത് നഷ്ടമാകുമ്പോൾ നമ്മൾ ബോൺസ് എന്താണ്? വീക്ക് ആവും, അതുപോലെ തന്നെ ഫ്രാക്ചർ ആവാൻ സാധ്യത കൂടുതലാണ്. രണ്ട് ടൈപ്സ് ആണുള്ളത്, പ്രൈമറി ഫ്രാക്ചറും പ്രൈമറി ഓസ്റ്റിയോപൊറോസിസും സെക്കൻഡറി ഓസ്റ്റിയോപൊറോസിസും. പ്രൈമറി മീൻസ് എന്താണ്? പോസ്റ്റ് മെനോപോസൽ വുമൻസിനാണ് ഇത് കോമൺ ആയിട്ട് കണ്ടുവരുന്നത്.
പോസ്റ്റ് മെനോപോസ് വുമൻസിൽ എന്തായിരിക്കും ഈസ്ട്രജന്റെ പ്രൊജസ്ട്രോണിന്റെ കളർ കുറവായിരിക്കും. അതുകൊണ്ടാണ് പോസ്റ്റ് മെനോപോസ് വുമൻസിൽ കോമണും. ആണുങ്ങൾക്കാണെങ്കിൽ മെൻ വിത്ത് ലോ ടെസ്റ്റോസ്റ്ററോൺ, ആണുങ്ങൾക്കാണെങ്കിൽ ലോ ടെസ്റ്റോസ്റ്ററോൺ ആണ് ആണുങ്ങൾക്കാണ് വരുന്നത്. പിന്നെന്താണ്, കാൽസ്യത്തിലേക്ക് ഡിക്രീസ് ആയാലും ഇത് വരാൻ സാധ്യതയുണ്ട്. സെക്കൻഡറി ഓസ്റ്റിയോപോറോസിസ് മീൻസ് എന്താണ്, പ്രൊലോങ്ഡ് യൂസ് ഓഫ് മെഡിക്കേഷൻ. ഏതൊക്കെ മെഡിക്കേഷൻസ് ആണ് പ്രൊലോങ്ഡ് യൂസ് ആവുന്നത്? ഓറൽ കോൺട്രാസെപ്റ്റീവ്സ്, കോർട്ടിക്കോസ്റ്റെറോൺസ്, തൈറോയിഡ് മെഡിക്കേഷൻസ്, കുഷിംഗ് സിൻഡ്രോം ഒക്കെ ഉണ്ടെങ്കിൽ എന്താണ്, തൈറോയിഡ് മെഡിക്കേഷൻ ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. തൈറോയിഡ് മെഡിക്കേഷൻ ഒക്കെ ക്രോണിക് ആയിട്ട് യൂസ് ചെയ്താൽ സംഭവിക്കും സെക്കൻഡറി ഓസ്റ്റിയോപോറോസിസ് വരാൻ സാധ്യത. അതുപോലെ തന്നെ കുഷിംഗ് സിൻഡ്രോം ഉള്ള പേഷ്യൻസും എന്താണ്, സെക്കൻഡറി ഓസ്റ്റിയോപോറോസിസിന് സാധ്യത കൂടുതലാണ്. എന്തൊക്കെയായിരിക്കും ഇവർ കാണിക്കുന്ന സയൻസ് ആൻഡ് സിംറ്റംസ്? ഇവർക്ക് ബാക്ക് പെയിൻ ഉണ്ടാവും, ബാക്ക് പെയിൻ വൈ ബെൻഡിങ്, പിന്നെ ഹൈറ്റ് വളരെ ഡിക്ലൈൻ ആവാൻ സാധ്യതയുണ്ട്, സ്പൈനൽ ഡിഫോമിറ്റി ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ഇതാണ് ഇവരുടെ സയൻസ് ആൻഡ് സിംറ്റംസ്. എന്തൊക്കെയായിരിക്കും ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത്? കാൽഷ്യം ഇൻടേക്ക് കൂട്ടാൻ പറയാ, കാൽസിറ്റോണിൻ ഇൻടേക്ക് കൂട്ടാൻ പറയാ, അതുപോലെ തന്നെ ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ സപ്ലിമെന്റ്സ് ഒക്കെ നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യാം. അതിന്റെ മാനേജ്മെന്റ്സ് ആണ് എന്ത്, ഇഞ്ചുറി വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇഞ്ചുറിയിൽ നിന്ന് പ്രിവെന്റ് ചെയ്യുക. അതുപോലെ തന്നെ കറക്റ്റ് അസിസ്റ്റീവ് ഡിവൈസസ് ഒക്കെ യൂസ് ചെയ്യാൻ പറയാം. പിന്നെ ഒരു പേഷ്യന്റ് ആസ് എ യൂണിറ്റ്, സിംഗിൾ യൂണിറ്റ് ആയിട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുക. അതായത് കൈ മാത്രമല്ല കാൽ മാത്രം എല്ലാം കൂടെ ഒരു യൂണിറ്റ് ആയിട്ട് ഷിഫ്റ്റ് ചെയ്യുക പേഷ്യന്റിനെ. ബെൻഡിങ്ങോ ലിഫ്റ്റിംഗോ ഒക്കെ അവോയ്ഡ് ചെയ്യാൻ പറയാം. പിന്നെ കോണ്ടാക്ട് സ്പോർട്സ് അവോയ്ഡ് ചെയ്യാൻ പറയാം. അതായത് ബോക്സിങ്, കരാട്ടെ അങ്ങനെയുള്ള ബോഡിക്ക് ഇഞ്ചുറി ഉണ്ടാവാൻ സാധ്യതയുള്ള കോണ്ടാക്ട് സ്പോർട്സ് ഒക്കെ എന്ത് ചെയ്യണം, അവോയ്ഡ് ചെയ്യാൻ പറയാം. പിന്നെ സൈബ്രൻസ് യൂസ് ചെയ്യാൻ പറയാം, വൈറ്റമിൻ സി, ഡി, കാൽഷ്യം ഇതൊക്കെ വെച്ചിട്ട് ഡയറ്റ് എടുക്കാൻ പറയാം. എൻകറേജ് ടു മോഡിഫൈഡ് ലൈഫ് സ്റ്റൈൽ. ഇതൊക്കെയാണ് ഇതിന്റെ അതർ മാനേജ്മെന്റ്സ്. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളതാണ് ഗൗട്ട്. ഗൗട്ട് മീൻസ് എന്താണ്, നമ്മൾ യൂറിക് ആസിഡിന്റെ എലവേഷനെ പറയുന്ന പേരാണെന്ത്, ഗൗട്ട്. യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് നമ്മുടെ ജോയിന്റ് അടിഞ്ഞുകൂടും, അങ്ങനെ ജോയിന്റ് പെയിൻ ഉണ്ടാവും, റെഡ്നസ് ഉണ്ടാവും, സ്വെല്ലിംഗ് ഉണ്ടാവും. ഇതിന് മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, പ്യൂർ റിച്ച് ഡയറ്റ് അവോയ്ഡ് ചെയ്യണം. ലൈക്ക് എന്തൊക്കെയാണ് പ്യൂർ റിച്ച് ഡയറ്റ്? ഓർഗൻ മീറ്റ്, സീ ഫുഡ്, ഏജ്ഡ് ചീസ് ഇതൊക്കെ അവോയ്ഡ് ചെയ്യണം. അതുപോലെ തന്നെ ആൽക്കഹോൾ ബിവറേജസ് ഒക്കെ എന്ത് ചെയ്യണം, അവോയ്ഡ് ചെയ്യണം. ഫ്ലൂയിഡ് ഇൻടേക്ക് കൂട്ടാൻ പറയാം, റെസ്റ്റ് എടുക്കാൻ പറയാം. പിന്നെ ആർഒ എബിലിറ്റി ചെക്ക് ചെയ്യുക, മോണിറ്റർ ചെയ്യുക. ഇതിന്റെ ഡ്രഗ് ഓഫ് ചോയ്സ് എന്ന് പറയുന്നത് എന്താണ്, ആലോപുരിനോൾ ആണ്. മാനേജ്മെന്റിൽ ഫ്ലൂയിഡ് ഡയറ്റ് ഒക്കെ നമ്മൾ മോണിറ്റർ ചെയ്യുക. നെക്സ്റ്റ് പഠിക്കാനുള്ളതാണ് എന്ത്, ഐ വി ഡി പി. ഐ വി ഡി പി മീൻസ് എന്താണ്, ഇൻട്രാവെർട്ടബ്രൽ ഡിസ്ക് പ്രൊലാപ്സ്. ഐ വി ഡി പി. ഐ വി ഡി പിയിൽ എന്താണ്, നമ്മുടെ ന്യൂക്ലിയസ് ന്യൂക്ലിയസ് ഡിസ്ക് ഉണ്ടാവുന്നു. ഡിസ്കിന്റെ ഉള്ളിലെ കുറച്ച് ന്യൂക്ലിയസ് ഉണ്ട്. ഈ ന്യൂക്ലിയസ് എന്ത് ചെയ്യും, ഡിസ്ക് കൺട്രോൾ ചെയ്യുന്നു. ഡിസ്ക് കൺട്രോൾ ചെയ്യുന്ന നെർവ് കംപ്രഷൻ ആണ്. അതിനെയാണ് എന്ത്, ഐ വി ഡി പി എന്ന് പറയുന്നത്. രണ്ട് ടൈപ്സ് ആണുള്ളത്. ഏതൊക്കെയാണ് ടൈപ്സ് നോക്കുന്നത്? അതിന് മുമ്പ് സെർവൈക്കൽ, തൊറാസിക്, ലംബാർ, സാക്കർ, കോക്കിക്സ് ഇതൊക്കെയാണ് എന്ത്, നമ്മുടെ ഇൻട്രാവേർട്ടബിൾ ഡിസ്ക് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്, രണ്ട് ടൈപ്സ് ഉള്ളത്. സെർവൈക്കൽ ഡിസ്ക് പ്രൊലാപ്സും ലംബാർ ഡിസ്ക് ഹെർണിയേഷനും. സെർവൈക്കൽ ഡിസ്ക് പ്രൊലാപ്സ് എവിടെയാണ് സംഭവിക്കുന്നത്? C5 C6 ഇടയ്ക്കായിരിക്കും പ്രൊട്രൂഷൻ വരുന്നത്, അല്ലെങ്കിൽ C6 C7 ഇടയ്ക്കാണ് എന്ത് സംഭവിക്കുന്നത്, ഡിസ്ക് പ്രൊലാപ്സ് സംഭവിക്കുന്നത്. എന്താണ്, ഷോൾഡർ, ആംസ്, ഹാൻഡ്സ്, സ്കാപ്പുല, പെക്ടറൽ മസിൽസിലൊക്കെയാണ് ഇത് അഫക്ട് ചെയ്യുന്നത്. അപ്പർ എക്സ്ട്രീമിറ്റീസിലേക്കാണ് എന്ത്, പെയിനും ഇത് അഫക്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ ആണ് ലംബാർ ഡിസ്ക് ഹെർണിയേഷൻ. L4 ഉം L5 ഇടയ്ക്ക്, അല്ലെങ്കിൽ L5 L6 ഇടയ്ക്കാണ് ഇത് സംഭവിക്കുന്നത്. പിന്നെ എന്ത് ചെയ്യും, എവിടേക്ക് റേഡിയേറ്റ്, ഹിപ്പ് അല്ലെങ്കിൽ താഴേക്ക് ലോവർ ലെഗിലേക്കാണ് റേഡിയേറ്റ് ചെയ്ത് പോകുന്നത്. സയാറ്റിക് നെർവിനെയാണ് എന്ത്, ഇത് കംപ്രസ് ചെയ്യുന്നത്. സോ എന്താണ്, താഴേക്കാണ് എന്ത് അഫക്ട് ചെയ്യുന്നത്. ഇതിന്റെ സർജിക്കൽ ട്രീറ്റ്മെന്റ് ആണ് എന്ത്, ലാമിനക്ടമി അല്ലെങ്കിൽ സ്പൈൻ ഫ്യൂഷൻ ചെയ്യും. അതിന് മാനേജ്മെന്റ്സ് ആണ് എന്തൊക്കെ, അനാൽജസിക്സ് അല്ലെങ്കിൽ ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് കൊടുക്കും. പിന്നെ ഫിസിയോതെറാപ്പി, ഡൈസെക്ട് ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ മാനേജ്മെന്റ് എന്തൊക്കെയാണ്, ഡോസ് ഓർ റെക്കമെൻഡ് പൊസിഷൻ അല്ലെങ്കിൽ സെമി ഫോൾഡഡ് പൊസിഷൻ വിത്ത് മോഡറേറ്റ് ഹിപ്പ് ഓർ നീ ഫ്ലെക്ഷൻ, സൈഡ് ലൈൻ പൊസിഷൻ കൊടുക്കാം. പിന്നെ ബോഡി ലിഫ്റ്റിംഗ് ഓർ വെയിറ്റ്, പിന്നെ കറക്റ്റ് പോസ്റ്റർ കൊടുക്കണം, ബെൻഡിങ് അവോയ്ഡ് ചെയ്യാൻ പറയാം, വെയിറ്റ് കൺട്രോൾ ചെയ്യാൻ പറയാം, അലൈൻമെന്റ് ശ്രദ്ധിക്കാൻ പറയാം. ഇതൊക്കെയാണ് ഇതിന്റെ നഴ്സിംഗ് മാനേജ്മെന്റ്സ്. ഡ്രഗ് ഓഫ് ചോയ്സ് എന്ന് പറയുന്നത് എന്താണ്, നീതിപ്പെടുത്തോളം കൊടുക്കാം. കോണിന്റെ എഡിമയൊക്കെ കുറയ്ക്കാൻ വേണ്ടി നീതിപ്പെടുത്തോളം കൊടുക്കുന്നത് നല്ലതായിരിക്കും. ലാസ്റ്റ് എന്താണ്, എന്ത്, ആംബിറ്റേഷൻ. ആംബിറ്റേഷൻ മീൻസ് എന്താണ്, സർജിക്കലി നമ്മൾ ഒരു ലിംബ് അല്ലെങ്കിൽ ഒരു പാർട്ട് ഓഫ് ലിംബ് റിമൂവ് ചെയ്യുന്നതിനെയാണ് എന്ത്, ആംബിറ്റേഷൻ എന്ന് പറയുന്നത്. കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ട്, ബ്ലീഡിംഗ് ഉണ്ടാവാം, ഫാൻറ്റം ലിംബ് സെൻസേഷൻ ഉണ്ടാവാം, കൺട്രാക്ചേഴ്സ്, ഇൻഫെക്ഷൻ ഇതൊക്കെയാണ് ഇതിന്റെ കോംപ്ലിക്കേഷൻ ആയിട്ട് വരാൻ സാധ്യത. ഫാൻറ്റം ലിംബ് സെൻസേഷൻ മീൻസ് നമ്മൾ മുറിച്ച് കളഞ്ഞ കൈ അല്ലെങ്കിൽ കാല് അവിടെ തന്നെ ഇപ്പോഴും പ്രസന്റ് ആയിരിക്കുന്നു എന്നൊരവസ്ഥയാണ് എന്ത്, ഫാൻറ്റം ലിംബ് സെൻസേഷൻ എന്ന് പറയുന്നത്. സർജറി കഴിഞ്ഞ് എന്തൊക്കെ മാനേജ്മെന്റ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്, പേഷ്യന്റ് കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഫാൻറ്റം ലിംബ് സെൻസേഷൻ നമ്മൾ എന്ത് ചെയ്യണം,
മനസ്സിലാക്കി എടുക്കുക, പേഷ്യന്റ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. പിന്നെ ഫസ്റ്റ് 24 hours നമ്മൾ കൊടുക്കേണ്ട പൊസിഷൻ ആണെന്ത്? സുപ്രൈം പൊസിഷൻ വിത്ത് ലെഗ് എലിവേഷൻ. ആഫ്റ്റർ 24 hours 48 hours വരെ നമ്മൾ കൊടുക്കേണ്ടതാണെന്ത്? 24 to 48 എന്നാണ് അവിടെ മിസ്റ്റേക്ക് ഉണ്ട്. 24 to 48 hours കൊടുക്കേണ്ട പൊസിഷൻ ആണെന്ത്? പ്രോൺ പൊസിഷൻ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് എന്താണ്? ആഫ്റ്റർ 24 hours നമ്മൾ ഒരിക്കലും എന്താണ് ലെഗ് എലിവേഷൻ പാടില്ല, കാരണം കൺട്രാക്ടേഴ്സ് വരാൻ സാധ്യതയുണ്ട്. പിന്നെന്താണ്? നോട്ട് എലിവേറ്റ് ദ റെസിഡ്യൂൽ ഹിം പില്ലോ ആഫ്റ്റർ 24 hours. മസാജ് ചെയ്യണ പ്രോസസ്സസ് ഫിറ്റാക്കാൻ വേണ്ടിയൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ ആ മുറിച്ച് കളഞ്ഞ ലിംബിന്റെ ആ ഭാഗം നമ്മൾ എന്ത് ചെയ്യണം? മസാജ് ചെയ്ത് സിലിണ്ടറിക്കൽ ഷേപ്പ് ആക്കി മാറ്റുക. ഇതൊക്കെയാണ് എന്ത്? ആംബിക്കേഷനിലെ മാനേജ്മെന്റ്സ്. പിന്നെ അടുത്ത പേഷ്യന്റ് കെയിൻ യൂസ് ചെയ്യുന്നെങ്കിൽ വടി കെയിൻ യൂസ് ചെയ്യുന്നെങ്കിൽ നമ്മൾ എന്താ അൺഅഫക്റ്റഡ് ആയിട്ടുള്ള ലെഗിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കെയിൻ യൂസ് ചെയ്യാം. സ്ട്രോങ്ങർ ലെഗിൽ അല്ലെങ്കിൽ സ്ട്രോങ്ങർ പാർട്ടിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കെയിൻ യൂസ് ചെയ്യാൻ പറയേണ്ടത്. ഓക്കെ, ഇതാണ് നമ്മുടെ മസ്കുലർ സ്കെലിറ്റൽ സിസ്റ്റം. ഓക്കെ, താങ്ക് യു.